വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് വായമൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. രമേശ് ചെന്നിത്തല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ ആരോഗ്യരംഗം സമ്പൂർണമായി വെന്റിലേറ്ററിലായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആരാണ്? പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവങ്ങളാണ് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നത്. അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. ഏത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം? ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ആരോഗ്യരംഗത്ത് പിടിപ്പുകേടിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആളുകൾക്ക് കൊടുക്കുന്ന നില വന്നിരിക്കുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്താൽ ആളുകൾ മരിക്കില്ലേ? എൻ്റെ അഭിപ്രായമല്ല, CNAGയുടെ റിപ്പോർട്ടിലുള്ളതാണ്. അങ്ങനെ എത്ര പേര് മരിച്ചു കാണും? കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ സംഭവം എത്ര ഹൃദയഭേദകമാണ്. സംസ്ഥാന ആരോഗ്യമേഖല വെന്റിലേറ്ററിലാക്കിയ ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് AACC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ പ്രക്ഷോഭം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ദാരുണ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ വായമൂടിക്കെട്ടിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. കോട്ടയത്ത് അപകടം നടക്കുമ്പോൾ 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിട്ടും രക്ഷാപ്രവർത്തനം വൈകിയത് നീതീകരിക്കാനാവില്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണം. സിസ്റ്റം പ്രശ്നമാണെന്ന് പറയുന്ന മന്ത്രിയാണ് സിസ്റ്റത്തിന്റെ തലപ്പത്തുള്ളത്. സംഭവം നടന്നിട്ടും ആരോഗ്യമന്ത്രിയും കൂട്ടരും തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങളാണ് നടത്തുന്നത്. കേരളത്തിലെ മെഡിക്കൽ രംഗത്തിനെതിരെ CAG റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. മെഡിക്കൽ പർച്ചേസിൽ അന്വേഷണം നടത്തിയാൽ വൻ അഴിമതി വെളിച്ചത്ത് വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP VS വിജയരാഘവൻ, K ഷീബ, പാഞ്ചാലി, അനുപമ പ്രശോഭ്, PV രാജേഷ്, KC പ്രീത്, സാവിത്രി വത്സൻ, മിനി ബാബു, സുജാത, കവിത മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.